ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ചിൻ്റെ 4th ഡേ ആണ്. ഇതുവരെയുള്ള പ്രാക്ടീസുകളൊക്കെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്തു എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്ക് ഒരുപാട് റിസൾട്ട് മെസ്സേജും ഫോൺ കോൾസും ഒക്കെ വരുന്നുണ്ട്. നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞോളൂ, മെസ്സേജ് അയച്ചോളൂ. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ആ ഒരു റിസൾട്ട് നിങ്ങൾ ഈ ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ ഓഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായിട്ടൊന്ന് എഴുതി അറിയിക്കുക. അത് ഈ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ കോൺഫിഡൻസ് കൂട്ടും, അവരുടെ മാനിഫെസ്റ്റേഷൻ പവറിനെ കൂട്ടാൻ നല്ലോണം സഹായിക്കും. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ മെസ്സേജ് അയക്കാനും കൂടി ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും കേട്ടോ. ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ആകരുത്. വീണ്ടും നമ്മുടെ ഫ്രീക്വൻസി ലോ ആയിപ്പോൾ. അതായത് കർമ്മം ചെയ്ത് നമ്മൾ സന്തോഷമായിട്ട് എന്നിലേക്ക് പണം വരും, സമൃദ്ധി വരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയല്ലേ നമ്മൾ ഈ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നോട്ട് അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ എന്താ എനിക്ക് പണം വരാത്തെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇല്ലായ്മയാണ് വരുന്നത്. ഇല്ല, പണം വരാത്തത് എന്താ എന്ന് ചോദിക്കുമ്പോൾ നെഗറ്റീവിലേക്ക് നിങ്ങളുടെ ഫ്രീക്വൻസി കുറയും. അതുകൊണ്ട് ആ ഒരു റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആകരുത്. ഡിറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പരിപൂർണമായിട്ടും മനസ്സിനെ മാറ്റുക. കാരണം നമ്മൾ അത്രത്തോളം ഈശ്വരനെ വിശ്വസിക്കുന്നു, അന്ധമായി വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കുന്ന സമൃദ്ധി എന്നിലേക്ക് എൻ്റെ പ്രപഞ്ചശക്തി നൽകി അനുഗ്രഹിക്കും. അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒരു വാക്ക് അതിലില്ല. ഓക്കെ. ആ വിശ്വാസത്തോടു കൂടി ഇരുന്ന് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതകരമായി മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഒപ്പം കർമ്മം ചെയ്യുക. നിങ്ങളായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാതെ മുറിക്കാതിരുന്ന് പ്രാക്ടീസ് മാത്രം ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ എനിക്കൊരു അനുഭവജ്ഞാനം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനൊക്കെ ഉത്തരം പറയാത്തത്. കാരണം കർമ്മം ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ജീവിതത്തിൽ ഉത്തരം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. എന്നെ ഞാൻ പഠിപ്പിക്കുന്നവർക്കും അതെ. പക്ഷെ അല്ലാതെ നമ്മൾ വിഷ്വലൈസേഷൻ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഈ പ്രാക്ടീസുകൾ കൊണ്ട് മാത്രം പണം നമ്മളിലേക്ക് ഒരു മിറാക്കുലസ് ആയിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അനുഭവം ജ്ഞാനം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഉത്തരം പറയാത്തത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്നിടത്തോളം കർമ്മം ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസുകൾ കൂടെ ചെയ്യും. ഇനി ഒരു കർമ്മം ചെയ്യാൻ ഒരു വഴിയുമില്ല, സ്വപ്നം മാത്രമേ ഉള്ളൂ, സാഹചര്യം എല്ലാം വിപരീത സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് മാത്രം ചെയ്യും. ഈശ്വരൻ അറിയാമല്ലോ നിങ്ങളുടെ സാഹചര്യം. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കർമ്മം ചെയ്യാനുള്ള സാഹചര്യം നിങ്ങളുടെ മുന്നിൽ കൊണ്ട് കൂട്ടിത്തരും ആ ഈശ്വരൻ. ഓക്കെ. അപ്പോൾ അതും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്നറിയാമല്ലോ. നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് അല്ലെങ്കിൽ സംശയം, ചെയ്യുന്നത് റിസൾട്ട് കിട്ടുമോ എന്നുള്ള ഒരു സംശയവും വരാൻ പാടില്ല. പരിപൂർണ വിശ്വാസത്തിൽ തന്നെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. എല്ലാവരുടെയും ജീവിതത്തിൽ സമ്പത്ത് സമൃദ്ധിയും സകല സൗഭാഗ്യങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളത് സ്വീകരിക്കാനായിട്ട് നമ്മൾ പറയില്ല റിസീവിങ് മോഡിലിരിക്കുകയെന്ന്, അങ്ങനെ ആ സ്വീകരിക്കാനായി തയ്യാറായിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. I welcome unlimited income into my life. 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 Money comes naturally to me. 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 I am grateful for the money on its way to me. I am grateful for the money on its way to me. I am grateful for the money on its way to me. I am grateful for the money on its way to me. I am grateful for the money on its way to me. I am grateful for the money on its way to me. I am grateful for the money on its way to me.
I am grateful for the money on its way to me. I am grateful for the money on its way to me. I am grateful for the money on its way to me. I am grateful for the money on its way to me. Money is my friend. 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 My wallet is overflowing with money. 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 ഇനി സ്വിച്ച് വേർഡ് പറയാം. Speed Wolf bring amazing jackpot 520. 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 ഇനി നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള ഒരു അഫർമേഷൻ പറയാം. എൻ്റെ ബാങ്ക് അക്കൗണ്ട് പണത്താൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 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 താങ്ക് യു മണി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു മണി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു മണി. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെപ്പോഴും പണത്തിനോട് നന്ദി പറയുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. നിങ്ങളുടെ
പണം വെക്കുന്ന വാലറ്റ്, പേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയാണോ പണം വയ്ക്കുന്നത്, അതായത് ഈ ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ബോക്സിനകത്തിട്ടോ എവിടെയാണോ നിങ്ങൾ പണം സൂക്ഷിക്കുന്നത് അവിടെയെല്ലാം നിറയെ പണം, നിറയെ നോട്ടുകൾ, നിറയെ കോയിനൊക്കെ ഇരിക്കുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. അതുപോലെ പണം കയ്യിൽ കിട്ടുമ്പോഴൊക്കെ നല്ലോണം ഒന്ന് സ്പർശിച്ചും നല്ലോണം അതിൻ്റെ ഗന്ധം മണത്തറിഞ്ഞും അതുപോലെ അതിൻ്റെ എന്താണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് കണ്ണിൽ തൊട്ട് വെച്ചും ഒക്കെ നമ്മളതിനെ ഒന്ന് അനുഭവിച്ചറിയാം. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മൂല്യം കൂടിയ നോട്ടിനെ നല്ലോണം ഒന്ന് സ്പർശിച്ചും ഗന്ധമറിഞ്ഞും കണ്ണുകൊണ്ട് നല്ലോണം നോക്കി 2 സൈഡും നോക്കി കണ്ടിട്ടും അതിനെ ഒന്ന് ഉരസിയിട്ട് അതിൻ്റെ ശബ്ദം അറിഞ്ഞും ഒക്കെ നിങ്ങളൊന്ന് അതിനെ ഒന്ന് എന്താണ് ഒന്ന് ഒന്ന് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊന്ന് അറിയാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കൂ, ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പണം എത്തുന്ന ഒരു കുഞ്ഞു പ്രാക്ടീസ് കൂടിയാണ് കേട്ടോ ഇത്. എന്തായാലും ഈ നേരത്തെ പറഞ്ഞ പ്രാക്ടീസുകളൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസുകൾ തന്നെയാണ്. ആ ഒരു സ്വിച്ച് വേർഡും അതുപോലെ എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പണത്താൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ബാലൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എന്താണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് അവിടെ വിഷ്വലൈസേഷൻ ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. എന്തായാലും വളരെ ആഴത്തിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരൊക്കെ നിങ്ങളെ എതിർത്ത് നിന്നാലും നിങ്ങൾ സമ്പന്നനായിരിക്കും, പണം നിങ്ങളിലേക്ക് വന്നിരിക്കും, ആ പണം നേടാനുള്ള കർമ്മം ചെയ്യാനുള്ള സാഹചര്യവും നിങ്ങൾക്ക് വന്നിരിക്കും. ഓക്കെ, സന്തോഷമായിട്ടിരിക്കുക. ഒരു സമ്പന്നൻ്റെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മാറാൻ ശ്രമിക്കുക കേട്ടോ. പണത്തിനും ഈശ്വരനും എന്നും നന്ദിയുള്ളവനായി ജീവിക്കുക. ഓക്കെ, അപ്പോൾ പ്രാക്ടീസുകൾ ചെയ്തോളൂ. അടുത്ത പ്രാക്ടീസുമായിട്ട് വീണ്ടും വരാം കേട്ടോ. ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ഓഡിയോയിൽ കാണുന്നത് വരെ ബൈ.